കോഴിക്കോട് കൊയിലാണ്ടിയിൽ പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇന്ന് രാവിലെയാണ് പുഴയിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിലായിരുന്നു മൃതദേഹം. നെല്ലിയാടിപ്പുഴയിൽ പുലർച്ചെ മീൻ പിടിക്കാനായി പോയ മത്സ്യത്തൊഴിലാളികളാണ് നവജാത ശിശുവിന്റെ മൃതദേഹം ആദ്യം കണ്ടത്. വെള്ളത്തിൽ കമഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തെത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് നവജാത ശിശുവിന്റെ പൊക്കിൾക്കൊടി അറുത്തുമാറ്റിയിട്ടില്ലെന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുഞ്ഞ് ജനിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആയിട്ടുള്ളൂവെന്നും ജനിച്ചുടൻ ഉപേക്ഷിച്ചതാകാമെന്നുമാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്ന് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് കടന്നു കളയാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പുഴയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കൊയിലാണ്ടി ഭാഗത്ത് താമസിക്കുന്നവർ തന്നെയാകാം കൃത്യത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാകൂ. ജനം, കോഴിക്കോട്.